ഗണേഷി, ഭാവി പ്രധാനമന്ത്രി വിയറ്റ്നാമിലേക്ക് പോയി എന്നാണ് കേൾക്കുന്നത്. വിയറ്റ്നാം വഴി തായ്ലൻഡിലേക്കാണോ എന്നറിയില്ല. എന്തായാലും ന്യൂ ഇയർ ആഘോഷമാണ് ലക്ഷ്യം. പ്രൈവറ്റ് വിസിറ്റ് ആണ്. രാഹുൽ ഗാന്ധി ന്യൂ ഇയർ ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പോയാൽ എന്താണാ തെറ്റെന്ന് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ചോദിക്കും. കോൺഗ്രസ് ഔദ്യോഗികമായി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ എങ്ങനെയാണത് ബോധറാവുന്നതെന്ന് ബിജെപിയോട് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളി നാട്ടിൽ ഉണ്ടായിട്ടും കാര്യമില്ല, പോയിട്ടും കാര്യമില്ല എന്നുള്ളതായിരിക്കും കോൺഗ്രസ് തന്നെ ഉദ്ദേശിക്കുന്നതാണ് തോന്നുന്നത്. പക്ഷേ 27-ാം തീയതി നരേന്ദ്രമോദിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അത് നരേന്ദ്രമോദി ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം നടന്നു. ഇന്നലെ കൊച്ചിയിൽ നടന്ന അപകടം കണ്ടു, അതിലും ഒരു മന്ത്രി പോയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ദുഃഖാചരണം നിലനിൽക്കും. എന്തിനാ? ബിജെപിയുടെ മുൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിമാർ രാജ്യത്തിന്റെയാണ്, എന്നാൽ പോലും ബിജെപി പ്രതിനിധിയായ മുൻ പ്രധാനമന്ത്രി അല്ല മരണപ്പെട്ടത്. കോൺഗ്രസ് പ്രതിനിധിയായി 10 വർഷം ഇന്ത്യയെ നയിച്ച, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ എരിഞ്ഞമർന്നപ്പോൾ ഇന്ത്യയെ നെടുന്തൂണാക്കി പിടിച്ചു നിർത്തിയ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ അധികായൻ, സാമ്പത്തിക ശാസ്ത്രത്തിലെ അധികായൻ മരണപ്പെട്ട ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ദേശീയ മുഖമായ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവും കൂടിയാണ്, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി. എങ്ങനെയാണ് നമുക്ക് ഇതിനെ നോക്കി കാണുന്നത്? ഡിസംബർ 26-ാം തീയതിയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് അന്തരിച്ചത്. അപ്പോൾ നാച്ചുറലി ഒരാഴ്ച ദുഃഖാചരണമുണ്ട്. നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പല പരിപാടികളും ക്യാൻസൽ ചെയ്തു അവരുടെ ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വാർത്ത പുറത്തു വരുന്നത്. ബിജെപിയുടെ IT സെൽ ഹെഡായിട്ടുള്ള അമിത് മാലവ്യ തന്നെയാണ് ഇത് പുറത്തുവിട്ടത്. ഇദ്ദേഹം ഇപ്പോൾ വിയറ്റ്നാമിൽ ഒരു ട്രിപ്പിന് പോയേക്കുവാണ്, ഒരു പ്രൈവറ്റ് വിസിറ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് ശരിയാണോ എന്ന്. പക്ഷെ അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ മറുപടി അത് നമുക്ക് ഇതിനെ സാധൂകരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഹൗ ഡസ് ഇറ്റ് ബോദർ യു എന്ന് കോൺഗ്രസ് ചോദിക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അദ്ദേഹം വിയറ്റ്നാമിലോ തായ്ലൻഡിലോ എവിടെ വേണമെങ്കിലും പോവാം, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഒരു വിരോധാഭാസമായിട്ട് തോന്നിയത് നമ്മുടെ കൊച്ചിയിലെ കാർണിവൽ എല്ലാ വർഷവും പുതുവർഷത്തിന്റെ ഡിസംബർ 31 രാത്രി 12 മണിക്ക് പാപ്പാനിയെ കത്തിക്കും. ഇത്തവണ അത് ഇല്ല. കാരണം സംഘാടകരും അത് വേണ്ടെന്ന് വെച്ചു. കാരണം മൻമോഹൻ സിംഗ് മരിച്ചത് കാരണം അതിന്റെ ദുഃഖാചരണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം 10 വർഷം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ് മൻമോഹൻ സിംഗ്, അതും UPA സർക്കാരിന്റെ ഭാഗത്ത്. ഇയാൾ ഈ ലോക്സഭയിലൊക്കെ പോയി ഉറങ്ങുന്ന പോലെ ഈ പുള്ളി മരിച്ച കാര്യം പുള്ളി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുഃഖാചരണം ഉണ്ട് എന്നൊക്കെ ഈ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല. KC വേണുഗോപാലിൽ നിന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പുള്ളിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പുതിയ MP ഉണ്ട്, പുള്ളിയുടെ പെങ്ങള് ബോബന് മോളി എന്നൊക്കെയാണല്ലോ ആളുകൾ വിളിക്കുന്നത്. പെങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, മോനെ അനിയനോ ചേട്ടനോ അനിയനാന്ന് തോന്നുന്നു, അനിയ പിന്നെ ഇതൊന്നും ശരിയല്ല, ഇങ്ങനെയൊക്കെ വല്ല സംവിധാനങ്ങളുണ്ട്, ഇന്ത്യയാണ് ഇതൊക്കെ വിമർശിക്കപ്പെടും, ആളുകൾ ഇതൊക്കെ നോക്കി കാണാറ്. വിമർശിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? കാരണം ഇവരുടെ കുടുംബത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് ഒരുപാട് പഴികേട്ട ഒരാളാണ്. പക്ഷെ പുള്ളി തന്ത്രപരമായിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരു ദേശീയ ദുഃഖാചരണത്തിന്റെ ഈ കോൺഗ്രസ്സുകാരന് മറുപടി പറയണമെന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി പങ്കെടുത്തു പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. അപ്പോ ഇവർക്ക് ഒരു മറുപടിയില്ല. ഇനി സിമ്പിളായിട്ട് ചിന്തിക്കും. ഇന്നലത്തെ പരിപാടിയെ പറ്റി ഞാൻ പറഞ്ഞു, അതിൽ ഹൈബിയുടനും ഉമ്മ തോമസും പങ്കെടുത്തു. ഉമ്മ തോമസിന് അപകടം പറ്റി ആശുപത്രി കിടക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. ഹൈബിയുടെ പങ്കെടുത്തു, ഉദ്ഘാടനത്തിലും പങ്കെടുത്തു. ഒരു വലിയ ആഘോഷ പരിപാടിയല്ലേ? മൻമോഹൻ സിംഗ് മരിച്ചത് ഇവർക്ക് ബാധിക്കുന്നില്ലേ ഈ ആഘോഷ പരിപാടി? ഇപ്പോൾ അല്ലെങ്കിൽ MP പറയാം, MP പറയാം ഇതുപോലെ മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണം നിലനിൽക്കുന്നുണ്ട്, ഞാൻ ഈ പരിപാടികൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു. ഉമ്മ തോമസിന് മാറി നിൽക്കാമായിരുന്നു. മാറി നിൽക്കി അപകടം അവർക്ക് സംഭവിക്കത്തില്ലായിരുന്നു. എന്നാലും ഞാൻ പറയാം. അപ്പോ ഈ രാഹുൽ ഗാന്ധിയൊക്കെ കാണിക്കുന്ന സന്ദേശം, എന്ത് സന്ദേശമാണ് ഇവർ സാധാരണക്കാർക്കുള്ളത്? മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാം, ലോക്സഭയിൽ പോയി ഇതിന്റെ പുരാണ കഥകളെ വളച്ചൊടിക്കുക. ഇത് വലിയൊരു ബ്ലണ്ടറാണ് ആക്ച്വലി. ഇതിപ്പോ ദേശീയ മാധ്യമങ്ങൾ അടക്കം എല്ലാവരും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഉത്തരവില്ല. കാരണം കോൺഗ്രസിന് ഒരിക്കലും രാഹുൽ ഗാന്ധിയെ കുറ്റം തള്ളി പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ എക്സിസ്റ്റൻസ് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ നാച്ചുറലി ഇത് രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വേറെ ഉത്തരം എന്ന് പറയുന്നത് കോൺഗ്രസ് പക്കയായ ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ഇതെങ്ങനെ ബാധിക്കും? നിങ്ങളെന്നല്ല, ഒരാളെ ഇത് ബാധിക്കത്തില്ല. ഈ പുള്ളി എവിടെ പോയാലും ഇത് ബാധിക്കത്തില്ല. പക്ഷെ ഇയാളെ പിടിച്ച് പ്രതിപക്ഷ നേതാവൊക്കെ വെച്ചേക്കല്ലേ നിങ്ങൾ? വേറെ ആരും ഇല്ലേടെ കോൺഗ്രസിൽ? എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാം. ഈ നമുക്ക് പുള്ളി മറ്റേ ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയപ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പുള്ളിയെ പറ്റി. ഞാനൊക്കെ വലിയ ഓരാതെ പുള്ളിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ്. പിന്നെ പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദിരയുടെ മകൻ, നെഹ്റുവിന്റെ ചെറുമകൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഇന്ദിരയുടെ ചെറുമകൻ, നെഹ്റുവിന്റെ ചെറുമകന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെയോ നെഹ്റുവിന്റെയോ രാജീവ് ഗാന്ധിയുടെയോ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഇദ്ദേഹം കാണിക്കണ്ടേ? ഈ ന്യൂ ഇയർ ആഘോഷമാണോ? ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് വിസിറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അവിടെ ഉണ്ടോ? എനിക്കറിയില്ല. ഉണ്ടെന്നാണ് പലരും പറയുന്നത്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ പറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ന്യൂ ഇയർ ആഘോഷിക്കണം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുമ്പോൾ, അതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവർ പോയ ഒരു വിടവുണ്ട്. ഇവരുടെ മനസ്സിൽ എവിടെയെങ്കിലും
ഈ മൻമോഹൻ സിംഗിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്നേഹം മാറ്റി വെക്ക്, ഈ നാട്ടു നടപ്പറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. അല്ല, കോൺഗ്രസിന്റെ ഒരു പ്രത്യേകതയാണത്. കോൺഗ്രസ് ഈ ഫസ്റ്റ് ഫാമിലിയുടെ അപ്പുറത്തേക്ക് ഒരു നേതാവിനെ ഈ റെസ്പെക്ട് ചെയ്യില്ല. അത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് മുതൽ PV നരസിംഹറാവു വരെ ഇവരെ ആരെയും ഇവരെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ പലപ്പോഴായിട്ട് BJP ഈ ഐക്കൺസിനെ എല്ലാം അപ്രോപ്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പലപ്പോഴും ഇപ്പൊ കോൺഗ്രസിന്റെ ഫ്ലെക്സുകളിൽ ഈ സർദാർ പട്ടേലിന്റെയോ അല്ലെങ്കിൽ നേതാജിയുടെയോ ഒക്കെ പടങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പൊ ബേസിക്കലി കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കംപ്ലീറ്റ് ഒരു ഗാന്ധി ഫാമിലിയുടെ ഒരു പണ്ടത്തെ പോസ്റ്ററുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഇലക്ഷൻ പോസ്റ്ററുകളിൽ നെഹ്റു ഉണ്ടാവുന്ന കുറവാ, ഇന്ദിരാഗാന്ധി ഉണ്ടാവും, രാജീവ് ഗാന്ധി ഉണ്ടാവും, സോണിയാഗാന്ധി ഉണ്ടാവും, പിന്നെ ഈ നാട്ടിലത്തെ KPCC പ്രസിഡന്റ് ഉണ്ടാവും. ഇതാണ് ഇവരുടെ ഒരു പാറ്റേൺ. ഇതിൽ നിന്ന് മാറി ഖാർഗെയുടെ ഒക്കെ പടം വരാൻ തുടങ്ങിയത് വലിയ കാര്യം നമുക്ക് പറയാം. ഇപ്പൊ ഈ പുള്ളി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നുണ്ടല്ലോ കോൺഗ്രസ് പോലെ മഹത്തരമായ ഒരു സംഘടന ചെയ്യുന്നതെന്നുള്ളതിൽ വലിയ സങ്കടമുണ്ട്. പക്ഷെ കോൺഗ്രസ് ചോദിച്ച കറക്റ്റ് ചോദ്യമോ, ഒരു വിധത്തിലും കോൺഗ്രസിന്റെ ചോദ്യത്തെ BJPയും ബോധർ ചെയ്യേണ്ട കാര്യമില്ല, ജനങ്ങളും ബോധർ ചെയ്യേണ്ട കാര്യമില്ല, രാജ്യവും ബോധർ ചെയ്യേണ്ട. കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്നിട്ടും കാര്യമില്ല, പോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? ഇങ്ങനെ ഒരു സംഭവവികാസം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ പുള്ളി നിഷേധിക്കണം. രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്താൽ മതി, ഞാനെങ്കിലും പോയിട്ടില്ല, ഞാൻ ഇവിടെ ട്വീറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തിനാണ് പോയത് എന്ന്. വ്യക്തിപരമായ യാത്ര എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു വ്യക്തിയാണ്, അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ വ്യക്തിക്കും അപ്പുറത്തേക്ക് അത് ഇരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ന്യൂ ഇയർ ആണ്, ഇപ്പൊ പിണറായി വിജയനാണ് കുടുംബത്തോടുകൂടി എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയിരുന്നത്, ഏതൊക്കെ തരത്തിൽ ഇവർ ഇതിനെ വിമർശിച്ചത്. ഇവര് ചെയ്യുമ്പോ ആഹാ മറ്റൊരു ഇതാ, ഓഹോ, ഇതാണ് ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്തായാലും വിയറ്റ്നാം വഴി തായ്ലാന്റിലേക്ക് പോകുന്നുണ്ടോ എന്ന് മാത്രം നമുക്ക് നോക്കാം. സാധാരണ ഇതിൽ അവിടെയാണ് എന്തോ മെഡിറ്റേഷൻ ചെയ്യാൻ പോകണം, ധ്യാനമാണ്. പാവം നരേന്ദ്രമോദി ധ്യാനിക്കാൻ കന്യാകുമാരിക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതിനെ വരെ ഇവര് പറഞ്ഞു ഈ പുള്ളിക്ക് ധ്യാനിക്കാൻ അവിടെ എന്ത് ധ്യാനം കിട്ടുന്നത് തിരക്കണം. ഞാൻ പോയിട്ടില്ല, നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഞാൻ പോയ ആരോടെങ്കിലും ചോദിക്കണം അവിടെ കിട്ടുന്ന ധ്യാനം എന്താണെന്നുള്ളത്. ഫാമിലിയോടൊക്കെ ചെല്ല് പോയ സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം, ഒറ്റയ്ക്ക് പോയ സുഹൃത്തുക്കളെ എനിക്കറിയാം. പക്ഷെ ഇവർ പറഞ്ഞു തരുന്നില്ല എന്ത് ധ്യാനത്തിനാണ് ഈ തായ്ലാന്റിലും വിയറ്റ്നാമിലും ഒക്കെ പോകുന്നത്. സംഭവം നല്ല രസമുള്ള ധ്യാനമായിരിക്കും അല്ലേ. എന്തായാലും നോക്കാം, പുള്ളിയുടെ പ്രതികരണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും.